ഹായ്, എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ മെഷീൻസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറാണ് 2 ദിവസമായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമറാണ്. നമ്മളൊരു ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് പാരലൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, അതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവർക്കും ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പാരലൽ ഓപ്പറേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പാരലൽ ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം തന്നെ എന്തിനാണ് ഈ പാരലൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ട്രാൻസ്ഫോമറൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളവിടെ ഇഷ്ടംപോലെ ലോഡുകൾ, അതായത് ലോഡ് നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ ഇഷ്ടംപോലെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം, ഇൻഡസ്ട്രീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇഷ്ടംപോലെ ലോഡുകൾ നമ്മളൊരു സബ്സ്റ്റേഷൻ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലോഡിലേക്കെല്ലാം നമ്മൾ സപ്ലൈ എത്തിയിരിക്കുന്നത് നമ്മളൊരു ട്രാൻസ്ഫോമർ വഴിയാണ് നമ്മളൊരു സപ്ലൈ എത്തിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളൊരു സപ്ലൈ ഈ ഒരു ട്രാൻസ്ഫോമർ വഴി കൊടുക്കുന്ന സമയത്ത് ഈ ഒരു പാർട്ടിക്കുലർ ട്രാൻസ്ഫോമർ വഴിയാണ് നമ്മൾ എന്താണ് ലോഡിലേക്കെല്ലാം സപ്ലൈ എത്തിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു കാര്യം അസ്യൂം ചെയ്യുക, നമ്മളൊരു സബ്സ്റ്റേഷനിൽ ആകെ ഒരു ഒറ്റ ട്രാൻസ്ഫോമർ ഉള്ളൂ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ആ ഒരു ഒറ്റ ട്രാൻസ്ഫോമറിലൂടെയാണ് നമ്മൾ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള വീടുകളിലേക്കും അതേപോലെ തന്നെ ഫാക്ടറികളിലേക്കും നമ്മൾ സപ്ലൈ എത്തിക്കുന്നതെന്ന് കരുതുക. ആ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫുള്ളി ലോഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു 25 kVA ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത്രയും പവർ അത് ഡെലിവർ ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. പെട്ടെന്നൊരു ദിവസം ആ ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആകെ ഒരു ഒറ്റ ട്രാൻസ്ഫോമറുള്ളൂ, ആ ഒരു ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സപ്ലൈ ലോഡിലേക്ക് എത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു റിലയബിൾ ആയിട്ടുള്ള, നമുക്ക് ഒരു ഫീസിബിൾ അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല. കാരണം ഒരു ഒറ്റ ട്രാൻസ്ഫോമറേ ഉള്ളൂ, അതിൽ നിന്നും തന്നെ എല്ലായിടത്തേക്കും സപ്ലൈ എത്തിക്കണം. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഫോൾട്ട് ഈ പറഞ്ഞ ട്രാൻസ്ഫോമർ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്ലൈ കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് ഒരു ബാഡായിട്ടുള്ളൊരു ഓപ്പറേഷൻ, ഒരു ഭയങ്കര മോശമായിട്ടുള്ള മാനേജ്മെൻ്റ് ആണത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പർട്ടിക്കുലർ വേറെ ട്രാൻസ്ഫോമർ വയ്ക്കാം. ഈ പാർട്ടിക്കുലർ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ ലോഡ് ഷെയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഒരു ട്രാൻസ്ഫോമറിൽ എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ തന്നെ പാരലലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാൻസ്ഫോമറിലൂടെയും സപ്ലൈ നമുക്ക് ലോഡിലേക്ക് എത്തിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും പാരലലായിട്ടുള്ള ഓപ്പറേഷനാണ് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ വരുന്നത്. മാത്രമല്ല നമ്മളിനി ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡെയിലി റിക്വയർമെൻറ്റ് നമ്മുടെ ലോഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ നമ്മുടെ ഡിമാൻഡ് കൂടുകയാണെന്ന് വിചാരിക്കുക. ആകെ ഒരു ഒറ്റ ട്രാൻസ്ഫോമർ 25 kVA എന്ന് പറഞ്ഞിരിക്കുന്ന പവറാണ് സപ്ലൈ ചെയ്യുന്നത്. ഇനി നാളെ അതൊരു 30 kVA ആണ് നമ്മുടെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നതെങ്കിൽ ആ ട്രാൻസ്ഫോമറിൽ ഓവർലോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. 25 kVA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ 30 kVA സപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഓവർലോഡായിട്ടായിരിക്കും വരിക. ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കുറയും, ട്രാൻസ്ഫോമറിൻ്റെ ലൈഫ് കുറയും, എല്ലാ പ്രശ്നങ്ങളായിരിക്കും. മറിച്ച് വേറെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 30 kVA ആണ് നമ്മുടെ ഡിമാൻഡ്, അല്ലേ? അപ്പോൾ 30 kVA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് നമുക്ക് 2 ട്രാൻസ്ഫോമർ 15 kVAയുടെ 2 ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ 30 kVA എന്ന് പറഞ്ഞിരിക്കുന്ന ഡിമാൻഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് പാരലൽ ഓപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം ഫ്യൂച്ചറിൽ, ഭാവിയിൽ എപ്പോഴെങ്കിലും ലോഡ് ഡിമാൻഡ് കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്കത് സപ്ലൈ കംപ്ലീറ്റ് ആക്കാൻ പറ്റുകയില്ല. പാരലൽ ഓപ്പറേഷൻ ആയിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ട്രാൻസ്ഫോമർ എപ്പോഴും നമുക്ക് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി കിട്ടണമെങ്കിൽ അത് എപ്പോഴും ഫുള്ളി ലോഡഡ് ആയിരിക്കണം. അതായത് റേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 15 kVA ആണെങ്കിൽ നിയർലി 15 kVA ആയിട്ട് ട്രാൻസ്ഫോമർ എപ്പോഴും ലോഡായിട്ട് കണക്റ്റ് ഉണ്ടായിരിക്കണം. എന്നാലും നമുക്കത് മാക്സിമം എഫിഷ്യൻസിയിൽ കിട്ടുകയുള്ളൂ. ഒരു 15 kVAയുടെ ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ജസ്റ്റ് ഒരു 5 kVAയിലൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫിഷ്യൻസി ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ട്രാൻസ്ഫോമർ എപ്പോഴും ഫുള്ളി ലോഡഡ് ആയിട്ടായിരിക്കണം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്നാലാണ് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസി നമുക്ക് കിട്ടുകയുള്ളൂ, ലോസസ് മിനിമം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ, എന്തുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയ ആണ് ഇത്. ഇനി ട്രാൻസ്ഫോമർ ജസ്റ്റ് വെറുതെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയല്ല, അതിന് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് ഡിസൈറബിൾ കണ്ടീഷൻസ് ഉണ്ട്, ഒന്ന് നെസസറി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ നെസസറി കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 നെസസറി കണ്ടീഷൻസ് ആണുള്ളത്. നെസസറി കണ്ടീഷൻസ് 2 എണ്ണമാണുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളാരിറ്റി ഓഫ് ബോത്ത് ട്രാൻസ്ഫോമേഴ്സ്. ഞാനിപ്പോൾ 2 ട്രാൻസ്ഫോമറിൻ്റെ കേസ് പറയുന്നുള്ളൂ.
അതിന് കൂടുതൽ കണക്ട് ചെയ്യാം. ബോത്ത് ട്രാൻസ്ഫോമർ ഷുഡ് ബി സെയിം. ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പൊളാരിറ്റി എന്താണെന്ന് അറിയില്ലെങ്കിൽ ആ വീഡിയോ നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ എത്ര ട്രാൻസ്ഫോമേഴ്സാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് അത്രയും ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റീസ് എന്തായിരിക്കും? സെയിം ആയിരിക്കണം. സെയിം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ പ്രശ്നം എന്താണെന്ന് നമുക്ക് ലേറ്ററായിട്ട് നോക്കാം. ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നിരിക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് റേഷ്യോ അല്ലെങ്കിൽ നമുക്ക് പറയാം ടേൺസ് റേഷ്യോ എന്ന് പറയാം. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിരിക്കണം. അപ്പോൾ രണ്ട് നെസസറി കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്ന് എന്ന് പറയുന്നിരിക്കുന്നത് പൊളാരിറ്റി ഓഫ് ബോത്ത് ട്രാൻസ്ഫോമർ ഷുഡ് ബി സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് റേഷ്യോ അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിരിക്കണം. ഇത് രണ്ടുമാണ് നെസസറി കണ്ടീഷൻസിൽ വരിക. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്കിതിപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. 3 ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ കേസാണെന്ന് വെച്ചാൽ നമുക്ക് ഫേസ് സീക്വൻസ് കൂടി സെയിം ആയിട്ട് വരണം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ ഫൈൻ. ഞാനിപ്പോൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ പാരലൽ ഓപ്പറേഷനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊളാരിറ്റി സെയിം ആയിരിക്കണം, വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് വരിക. ഇനി ഡിസൈറബിൾ ആയിട്ടുള്ള ഇഷ്ടംപോലെ കണ്ടീഷൻസും വരുന്നുണ്ട്, നമുക്ക് ലേറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ജസ്റ്റ് ഒരു ഫിഗർ ചെയ്യാൻ വരയ്ക്കാം. പ്രൈമറി സൈഡ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ്, ഇത് സെക്കൻഡറി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡായിരിക്കും. ഇത് രണ്ടും ഒരേ സപ്ലൈയിലേക്കായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ ഫേസ് അതൊരു കോമൺ സപ്ലൈക്കായിരിക്കും രണ്ടും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിപ്പോൾ ഫേസ് ആണെന്ന് വിചാരിക്കാം. ഇതൊരു ന്യൂട്രൽ ലൈനാണെന്ന് വിചാരിക്കുക. ഓക്കെ ഫൈൻ. അപ്പോൾ കോമൺ സപ്ലൈ ആയിരിക്കും വരിക. അതിനുശേഷം സെക്കൻഡറി സൈഡിൽ കോമൺ ലോഡായിരിക്കും വരിക. ഇവിടെ ആയിരിക്കും നമ്മുടെ ലോഡ് കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളൊരു സപ്ലൈ, ഒരു ട്രാൻസ്ഫോമർ പാരലായിട്ട് രണ്ട് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടെന്നിരിക്കാം. നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ഫേസ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു സപ്ലൈ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു ലോഡും ഉണ്ടായിരിക്കുന്നതാണ്. ഞാൻ ഇതിനെ നെയിം ചെയ്യാണ് ജസ്റ്റ്. ഇത് ഞാൻ E1A എന്ന് ഞാൻ നെയിം ചെയ്തു. ഇത് ഞാൻ E1B എന്ന് നെയിം ചെയ്തു. ഇത് ഞാൻ E2A എന്ന് നെയിം ചെയ്തു. ഇതിന് ഞാൻ E2B എന്ന് നെയിം ചെയ്തു. ഞാൻ ജസ്റ്റ് രണ്ട് ട്രാൻസ്ഫോമർ പാരലായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒരു ഡയഗ്രമാണ് വരച്ചിട്ടുള്ളത്. സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്നത് കോമൺ ആയിരിക്കും പ്രൈമറി സൈഡിൽ, ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോമൺ ആയിരിക്കും സെക്കൻഡറി സൈഡിൽ വരിക. ജസ്റ്റ് വേറെ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. ഓക്കെ ഫൈൻ. അപ്പം നമ്മുടെ ആദ്യത്തെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഡോട്ട് പൊളാരിറ്റി ആയിരുന്നു അല്ലേ. അപ്പോൾ ഡോട്ട് പൊളാരിറ്റി അതായത് പൊളാരിറ്റി ആയിരുന്നു. പൊളാരിറ്റീസ് ഓഫ് ബോത്ത് ട്രാൻസ്ഫോമർ ഷുഡ് ബി സെയിം എന്നാണ് പറഞ്ഞുള്ളത്. ഞാനിവിടെ ജസ്റ്റ് ഡോട്ട് ഇടാണ് പൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ട്രാൻസ്ഫോമർ ഇതാണ് ഫസ്റ്റ് ട്രാൻസ്ഫോമർ. ഇതിൻ്റെ ഡോട്ടുകൾ വരുന്നിരിക്കുന്ന രണ്ട് മോഡലാണ്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ട്രാൻസ്ഫോമറും ഡോട്ട് ചെയ്യാനായിട്ടിരിക്കുന്നത്. ഡോട്ട് രണ്ടും മുകളിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോട്ടുള്ള സ്ഥലങ്ങളെല്ലാം പ്ലസ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇവിടെ പ്ലസ് ആയിരിക്കും വരിക, ഇവിടെ മൈനസ് ആയിരിക്കും വരിക, ഇവിടെ പ്ലസ് ആയിരിക്കും വരിക, ഇവിടെ മൈനസ് ആയിരിക്കും വരിക. ഞാൻ സെക്കൻഡറി സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിനി സെക്കൻഡറി സൈഡിൽ നമ്മളൊരു ലൂപ്പ് ഇക്വേഷൻ എഴുതാണെന്ന് എഴുതാണ്. അതായത് ഒരു KVL നമ്മൾ സെക്കൻഡറി സൈഡിൽ ഇക്വേഷനിൽ നമ്മൾ എഴുതാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് റെക്കോർഡ് ആവണമെന്ന് നോക്കട്ടെ. ദാറ്റ്സ് ഫൈൻ. അപ്പോൾ സെക്കൻഡറി സൈഡിൽ നമ്മളൊരു ലൂപ്പ് ഇക്വേഷൻ എഴുതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് ഞാനിവിടെ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ എത്തിയ സമയത്ത് എനിക്കൊരു മൈനസ് ആണ് ആദ്യം കണ്ടത്. ഞാൻ മൈനസ് വാല്യൂ എഴുതി, E2B എഴുതി. എല്ലാവർക്കും KVL എല്ലാം എഴുതാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. മൈനസ് E2B എഴുതി. ഈ ലൂപ്പ് ഇങ്ങനെ വന്നു. ഇവിടെ കണക്ഷൻ ഇല്ല, ഇവിടെ ജസ്റ്റ് കണക്ഷൻ ഇല്ല കേട്ടോ. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, ഇങ്ങനെ ആയിരിക്കും വരിക. ഇവിടെ കണക്ഷൻ ഇല്ല, ഇങ്ങനെ വന്ന് ഇവിടെ എത്തിയപ്പോൾ പ്ലസ് ആണ് കണ്ടത്. പ്ലസ് E2A എഴുതി, മൈനസ് ലൂപ്പ് അവസാനിക്കുകയാണ് ചെയ്തത്. =0 എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ.
ഇ ടു ബി, അതായത് ഇ ടു എ മൈനസ് ഇ ടു ബി മൈനസ് ഇ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇ ടു എയും ഇ ടു ബിയും സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്കിവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വന്നിരിക്കുന്നത് 0 ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഇ ടു എയും ഇ ടു ബിയും സെയിം ആണ്. ഇ ടു എയും ഇ ടു ബിയും സെയിം ആണെങ്കിൽ നമുക്ക് ഡിഫറൻസ് വരുന്നിരിക്കുന്നത് 0 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരിക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രാൻസ്ഫോമർ നമ്മൾ മോഡൽ ചെയ്ത സമയത്ത് നമുക്ക് റെസിസ്റ്റൻസും റിയാക്റ്റൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. റെസിസ്റ്റൻസ് കണ്ടു, റിയാക്റ്റൻസ് കണ്ടു, ഇവിടെ സപ്ലൈ ആണെന്ന് വിചാരിക്കുക. മോഡൽ ചെയ്ത സമയത്ത് ജസ്റ്റ് സെക്കൻഡ് അപ്രോക്സിമേഷൻ മോഡലാണ്. നമുക്കിവിടെ ആർ ഇക്വലൻ്റ് വന്നു, എക്സ് ഇക്വലൻ്റ് വന്നു, ഇവിടെ ഇ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് അസ്യൂം ചെയ്യാം. ഈ എ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു വിചാരിക്കാം. ഇവിടെ ലോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ പഠിക്കുന്ന സമയത്ത് ഈ ഒരു മോഡൽ വെച്ചിട്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ നടത്തിയിട്ടുള്ളത്. ഓക്കെ ഫൈൻ. സോ എന്താണ് സംഭവിക്കുന്നത്, എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ കറണ്ട് തീർച്ചയായിട്ടും പോകും. നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ആ ഒരു പർട്ടിക്കുലർ കറണ്ടിനെയാണ് നമ്മൾ പറയുക സർക്കുലേറ്റിംഗ് കറണ്ട് എന്നാണ് നമ്മൾ പറയുക. അതായത് ഇ ടു എയും ഇ ടു ബിയും സെയിം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് തമ്മിൽ ഒരു വോൾട്ടേജ് ഡിഫറൻസ് വരികയും ആ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലൂടെ ഒരു സർക്കുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു കറണ്ട്, ലോഡിലൂടെ പോകുന്ന കറണ്ട് അല്ല, ഈ ട്രാൻസ്ഫോമറിൻ്റെ ഈ ലൂപ്പിലൂടെ, ഇപ്പോൾ ലോഡൊന്നും നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഇതിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, എങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ഒരു കറണ്ട് പോവുകയും ആ കറണ്ട് നമ്മൾ സർക്കുലേറ്റിംഗ് കറണ്ട് എന്നാണ് വിളിക്കുക. പക്ഷേ ഇ ടു എയും ഇ ടു ബിയും, അതായത് രണ്ട് വോൾട്ടേജും സെയിം ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും കിട്ടുക പൊട്ടൻഷ്യൽ ഡിഫറൻസ്. 0 പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് കറണ്ടൊന്നും ഉണ്ടാവുകയില്ല. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈഡിൽ ഞാൻ ജസ്റ്റ് KVL അപ്ലൈ ചെയ്തു. KVL അപ്ലൈ ചെയ്ത സമയത്ത് എനിക്കൊരു ഇക്വേഷൻ കിട്ടിയത് ഇ ടു എ മൈനസ് ഇ ടു ബി എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് വാല്യൂസ് ഇ ടു എയും ഇ ടു ബിയും സെയിം അല്ലാത്തൊരു പക്ഷം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ലോഡൊന്നും തന്നെ കണക്ട് ചെയ്യാത്ത സമയത്ത് തന്നെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരികയും ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസും റിയാക്റ്റൻസും കാരണം ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. അത് നമുക്കൊരു ലോസസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പോൾ ആ ഒരു പാർട്ടിക്കുലർ കറണ്ടിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് സർക്കുലേറ്റിംഗ് കറണ്ട് എന്നാണ് പറയുക, സർക്കുലേറ്റിംഗ് കറണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കണം, വോൾട്ടേജ് റേഷ്യോ എപ്പോഴും സെയിം ആയിരിക്കണം. അപ്പോൾ പ്രൈമറിയിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ള സപ്ലൈ ആണ് അല്ലേ. ഇപ്പോൾ ഒരു 400 വോൾട്ടാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ട്രാൻസ്ഫോമറിന് 400 വോൾട്ട് ആയിരിക്കും, സെക്കൻഡ് ട്രാൻസ്ഫോമറിന് 400 വോൾട്ടേജ് ആയിരിക്കും. ഇനി ടേൺസ് റേഷ്യോ സെയിം അല്ലാന്ന് വിചാരിക്കാം. ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കൊരു കോമൺ സപ്ലൈ ഉണ്ട്. കോമൺ സപ്ലൈ ജസ്റ്റ് 400 വോൾട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ആദ്യ ട്രാൻസ്ഫോമറെ ടേൺസ് റേഷ്യോ 2 ആണെന്ന് വിചാരിക്കാം. അതായത് V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, V1 എന്ന് പറഞ്ഞിരിക്കുന്നത് 400 വോൾട്ടാണ്, V2 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പോൾ V2 ഈസ് ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 200 വോൾട്ട് എന്ന് കിട്ടി അല്ലേ. അതായത് ഇ ടു എ എന്ന് പറഞ്ഞിരിക്കുന്നത് 200 വോൾട്ടാണെന്ന് കിട്ടി. E1A 400 വോൾട്ട് ആയിരുന്നു. ഇത് തമ്മിൽ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ആയിരുന്നു. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫോമറിലും നമ്മൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക, ടേൺസ് റേഷ്യോ 2 തന്നെയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്താണ്, സെയിം തന്നെ 200 വോൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇ ടു എയും ഇ ടു ബിയും 200 വോൾട്ട് കിട്ടി. നമുക്ക് രണ്ടും സെയിം വോൾട്ടേജ് ആയതുകൊണ്ട് അത് സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 0 ആയിരിക്കും കിട്ടുക, നമുക്ക് സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ ട്രാൻസ്ഫോമർ ടേൺസ് റേഷ്യോ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, 3 അല്ല 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, V1 ഡിവൈഡഡ് ബൈ V2 ഈസ് ഈക്വൽ ടു 4, 400 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു V2. സോ V2 ഈസ് ഈക്വൽ ടു 100 വോൾട്ട്. അതായത് E1B എന്ന് പറഞ്ഞിരിക്കുന്നത് 400 വോൾട്ടും നമുക്ക് ടേൺസ് റേഷ്യോ ഇതിൻ്റെ 4 ആയതുകൊണ്ട് ഇ ടു ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 100 വോൾട്ടാണ് കിട്ടിയത്. പക്ഷേ ആദ്യത്തെ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ 2 ആയതുകൊണ്ട് നമുക്ക് 200 വോൾട്ടാണ് കിട്ടിയത്. സോ നമുക്കൊരു വോൾട്ടേജ് ഡിഫറൻസ് അവിടെ വന്നു. ആദ്യത്തെ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമുക്ക് 200 വോൾട്ടും കിട്ടി, രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൽ നമുക്ക് 100 വോൾട്ടേജും കിട്ടി, കാരണം ടേൺസ് റേഷ്യോ ഡിഫറൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ വന്നതോടുകൂടി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. ആ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടായിരിക്കും, അത് ലോസസ് വെറുതെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നാം പറയുന്നത് എന്താണ്, ടേൺസ് റേഷ്യോ എപ്പോഴും സെയിം ആയിട്ട് വേണം. ടേൺസ് റേഷ്യോ സെയിം അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് കിട്ടും എന്ന് പറയുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് ടേൺസ് റേഷ്യോയുടെ ഒരു കണ്ടീഷൻ വരുന്നത്. ഇനി അടുത്തൊരു കേസ് നമുക്ക് പൊളാരിറ്റിയുടെ ഒരു കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം.
ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യൊരു ട്രാൻസ്ഫോമർ ഈ ഒരു പൊളാരിറ്റിയിൽ കണക്ട് ചെയ്തു. രണ്ടാമത്തെ ട്രാൻസ്ഫോമറിൻ്റെ പൊളാരിറ്റീസ് നമ്മൾ ചേഞ്ച് ചെയ്തെന്ന് വിചാരിക്കുക. ഡോട്ട് വരുന്ന ഒരു നമ്മൾ കണക്ഷൻ കൊടുത്ത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇവിടെയാണ് ഡോട്ട് വന്ന് വിചാരിക്കാം നമ്മുടെ കണക്ഷൻസ് പ്രകാരം. അപ്പം നമുക്കിവിടെ പ്ലസ് ഇവിടെ വന്നു, മൈനസ് ഇവിടെ വന്നു അല്ലേ. നമ്മൾ ഇതേപോലെ തന്നെ KVL എഴുതാണ്. ഈ ലൂപ്പിൽ ഒരു KVL എഴുതാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ആദ്യം നമുക്ക് E to B എന്ന് കിട്ടി. രണ്ടാമത്തെ കേസ് എന്താണ്? E to B ഇങ്ങനെ വന്നു പ്ലസ് E to A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും അല്ലേ. E to B പ്ലസ് E to A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. അതായത് E to Bയും E to Aയും എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആണെന്ന് വിചാരിക്കുക. അതായത് വോൾട്ടേജ് റേഷ്യോ സെയിം ആണെന്ന് വിചാരിക്കുക, പൊളാരിറ്റി മാത്രം മാറിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ E to Bയും E to Aയും സെയിം ആണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, 2E to B എന്ന് എഴുതാം, അല്ലെങ്കിൽ 2E to A എന്ന് എഴുതാം അല്ലേ. 2E to B അല്ലെങ്കിൽ 2E to A എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ ഞാനിവിടെ എന്താ പറയുക, ഡയറക്റ്റ്ലി ഈക്വൽ ടു 0 നമുക്ക് E to A പ്ലസ് E to B പ്ലസ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല, കാരണം ഇന്റേണൽ ഒരു കറണ്ടൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ ഫൈൻ, അതുകൊണ്ടാണ് ഞാൻ ഈക്വൽ ടു 0 എഴുതാത്തത്. അപ്പോൾ നമുക്ക് എന്താണ് 2E to B അല്ലെങ്കിൽ 2E to A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി സൈഡിൽ ഡെവലപ്പ് ആയിട്ടുണ്ട്. അതായത് പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ആവും, തീർച്ചയായിട്ടും അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ടാണ് സർക്കുലേറ്റിംഗ് കറണ്ട് വരിക. അപ്പോൾ നമുക്ക് പൊളാരിറ്റിയെ മാറ്റാൻ പറ്റില്ല, അതേപോലെ തന്നെ വോൾട്ടേജ് റേഷ്യോ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് സത്യം. ഓക്കെ ഫൈൻ. സോ അതാണ് ആദ്യത്തെ രണ്ട് കണ്ടീഷൻസ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഇക്വേഷൻസിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ട്രാൻസ്ഫോമർ ഡയറക്റ്റ്, നോ ലോഡിൻ്റെ ആവശ്യമൊന്നുമില്ല. നോ ലോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതിന് ആവശ്യമില്ല. നമുക്ക് ലോഡ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ ഫൈൻ. സോ അപ്പോൾ പൊളാരിറ്റി അതേപോലെ തന്നെ വോൾട്ടേജ് റേഷ്യോ സെയിം ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനെയാണ് വരിക. ഒരു ട്രാൻസ്ഫോമർ, ഫസ്റ്റ് ട്രാൻസ്ഫോമറിൻ്റെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു, E to A എന്ന് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഞാൻ വരയ്ക്കുകയാണ്. ഒരു R ഇക്വലൻ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഒരു X ഇക്വലൻ്റ് ഉണ്ടായിരിക്കും. ഇത് R ഇക്വലൻ്റ്, RA ഇക്വലൻറ്റും XA ഇക്വലൻ്റ് ആയിരിക്കും വരിക. ഇത് ആദ്യത്തെ ട്രാൻസ്ഫോമറായിരിക്കും വരിക. രണ്ടാമത്തെ ട്രാൻസ്ഫോമറിനെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ E to B വരും. അത് കഴിഞ്ഞാൽ നമുക്കൊരു ഇതേപോലെ തന്നെ മോഡൽ ചെയ്യുമ്പോൾ R to B അല്ല RB ഇക്വലൻ്റാണ്, സോറി RB ഇക്വലൻറ്റും XB ഇക്വലൻ്റ് ആയിരിക്കും വരിക. നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലായിട്ട് നമ്മളൊരു ലോഡിലേക്ക് കണക്ട് ചെയ്യണം. കുറച്ച് മുമ്പ് വരച്ച ഫിഗറിനെ ഞാൻ ജസ്റ്റ് മോഡലിങ്ങിൻ്റെ രൂപത്തിലാക്കിയെന്നേ ഉള്ളൂ. കുറച്ച് മുമ്പ് നമ്മൾ രണ്ട് സെപ്പറേറ്റ് പ്രൈമറി സെക്കൻഡറി ടു വൈൻഡിങ് ആയിട്ട് നമ്മൾ വരച്ചു. അതിൽ നമ്മൾ ജസ്റ്റ് സെക്കൻഡറി സൈഡ് മാത്രം എടുത്തിട്ട് അതിൻ്റെ R ഇക്വലൻറ്റും X ഇക്വലൻറ്റും RB ഇക്വലൻറ്റും XB ഇക്വലൻറ്റും, ഇത് ഇക്വലൻ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്രോക്സിമേഷൻ നടത്തിയിട്ടുള്ള ഒരു കേസാണ്. ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഈ പറയുന്ന പർട്ടിക്കുലർ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് VL എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ലോഡിലൂടെ പോകുന്ന കറണ്ടിനെയാണ് നമുക്ക് IL എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഒരു വേറൊരു കേസിനുണ്ട്. നമ്മൾ പറഞ്ഞു E to Aയും E to Bയും എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ E to Aയും E to Bയും സെയിം ആണെന്ന് പറഞ്ഞു. നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് സെപ്പറേറ്റ് ഇങ്ങനെ വരയ്ക്കണേക്കാളും നല്ലത് ഈ ഒരു കാര്യം നമുക്ക് റബ്ബ് ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ E എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ E എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യാണ്. E to A, അതായത് E to A ഈസ് ഈക്വൽ ടു E to B ഈസ് ഈക്വൽ ടു E എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വോൾട്ടേജ് ആയിട്ട് അസ്യൂം ചെയ്യാണ്. നമുക്ക് ഇങ്ങനെ പാരലായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും കുറച്ചും കൂടി അപ്രോക്സിമേഷൻ നടത്തിയിട്ട് മോഡൽ ചെയ്യാനാണ് എളുപ്പം. അതായത് ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വോൾട്ടേജ് ഉണ്ടായിരുന്നു, അത് സെയിം വോൾട്ടേജ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് ഒരു വോൾട്ടേജ് ആക്കി പാരലായിട്ട് കണക്ട് ചെയ്തു. ജസ്റ്റ് വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫോമർ എയും ട്രാൻസ്ഫോമർ ബിയും ഷെയർ ചെയ്യുന്ന ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. മിക്ക പ്രോബ്ലംസും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളതും. ട്രാൻസ്ഫോമർ എ ഒരു കോമൺ ആയിട്ടൊരു ലോഡ് ഉണ്ടായിരിക്കും. ട്രാൻസ്ഫോമർ എ എത്ര ലോഡാണ് ഷെയർ ചെയ്തത്, ട്രാൻസ്ഫോമർ ബി എത്രയാണ് ഷെയർ ചെയ്തത് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം വരിക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ട്രാൻസ്ഫോമർ എയിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IA എന്ന് വിളിച്ചു. ട്രാൻസ്ഫോമർ ബിയിലൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ IB എന്ന് വിളിച്ചു. ഈ രണ്ട് പാർട്ടിക്കുലർ കറണ്ടിനെ ഞാൻ IA എന്നും IB എന്നും വിളിച്ചു. ഓക്കെ ഫൈൻ.
അപ്പം നമ്മൾ ഈ ലോ ടെർമിനൽ നോക്കാം. ലോ ടെർമിനൽ എന്താണ് സംഭവിക്കുന്നത്? ലോ ടെർമിനലിലെ പവർ എന്ന് പറയുന്നത് കോംപ്ലക്സ് പവറാണ്. ഇതെല്ലാം നമ്മൾ എ സി ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഡി സി അല്ല ഡിസ്കസ് ചെയ്യുന്നത്, എ സി ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എ സി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫേസർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ നോക്കാം. ഞാൻ ഇവിടുത്തെ കോംപ്ലക്സ് പവർ കണ്ടുപിടിക്കുകയാണ്. ലോഡ് സൈഡിലെ കോംപ്ലക്സ് പവർ എസ് എൽ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. ലോഡ് സൈഡിലെ കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് നത്തിങ് ബട്ട് വി എൽ ആണ് അവിടുത്തെ ടെർമിനൽ വോൾട്ടേജ് ഉണ്ടായിരുന്നത്. ഐ ഇൻറ്റു എൽ ഇൻറ്റു കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് ആണ് വരിക. കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ടിൻ്റെ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. സോ ലോഡ് സൈഡിൽ ഉണ്ടായിരിക്കുന്ന കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞാൽ എസ് എൽ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തു. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി എൽ ഇൻറ്റു ഐ എൽ കോൺജുഗേറ്റ് എന്ന് ഞാൻ എഴുതി. സോ ഇത് ഫസ്റ്റ് ഇക്വേഷനാണ് വരിക. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഐ എയും ഐ ബിയും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഐ എയും ഐ ബിയുടെയും സമ്മാണ് ഐ എൽ എന്ന് വരിക അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഐ എൽ ഫേസറാണ് വരിക. ഐ എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഫേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ഓഫ് ഐ എ പ്ലസ് ഐ ബി എന്നാണ് വരിക. ഇതായിരിക്കും രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് അല്ലേ. അതായത് ഐ എൽ എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡ് കറണ്ട്, ഐ എ എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടിൻ്റെയും ഐ ബി എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടിൻ്റെയും സമ്മേഷൻ ആയിരിക്കും എന്നാണ് വരിക. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷൻ അതാണ് വരിക. ഇനി നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു പർട്ടിക്കുലർ വോൾട്ടേജസ് അല്ലേ, ഇത് രണ്ടും പാരലാണ് അല്ലേ. ഈ പോയിൻറ്റും സെയിം ആണ്, ഈ പോയിൻറ്റും സെയിം ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജസ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിം ആയിരിക്കും പാരലൽ ആണെങ്കിൽ. അപ്പോൾ എന്ത് നമുക്ക് എഴുതാം? ഈ ആർ ഇക്വലൻറ്റ് പ്ലസ് എക്സ് ഇക്വലൻറ്റ് നമുക്ക് എന്ത് പറയാം? സെഡ് ഇക്വലൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. സെഡ് എ ഇക്വലൻറ്റ് ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സെയിം ആണ് അല്ലേ. അതായത് വി എ എന്ന് പറയുന്നത് ഈക്വൽ ടു വി ബി ആണ്. ഈ രണ്ട് പോയിന്റ് സെയിം ആണ്, ഇത് രണ്ടും പാരലാണ്. ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. ആ വോൾട്ടേജ് ഞാൻ വി എ എന്ന് വിളിച്ചു, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വി ബി എന്ന് വിളിച്ചു. രണ്ടും സെയിം ആയതുകൊണ്ട് വി എ ഈക്വൽ ടു വി ബി എന്ന് എഴുതാം. വോൾട്ടേജിന് ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു ആർ ഇക്വലൻറ്റ് പ്ലസ് എക്സ് ഇക്വലൻ്റ് ആയിരിക്കും വരിക. ആർ ഇക്വലൻറ്റ് പ്ലസ് എക്സ് ഇക്വലൻറ്റ് ഞാൻ സെഡ് എ ഇക്വലൻറ്റ് ഞാൻ വിളിച്ചു. അതുകൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും ഐ എ ഇൻറ്റു സെഡ് എ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു സെഡ് ബി ഇക്വലൻറ്റ് എന്ന് വിളിച്ചു. ഓക്കെ, ഐ എ ഇൻറ്റു സെഡ് എ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ഐ ബി ഇൻറ്റു സെഡ് ബി ഇക്വലൻറ്റ് നമുക്ക് വിളിച്ചു. ഫ്രം ഈ ഇക്വേഷൻ, ഇത് മൂന്നാമത്തെ ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. റീഅറേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എ ഡിവൈഡഡ് ബൈ ഐ ബി എന്താണെന്ന് നമുക്ക് നോക്കാം. ഐ എ ഡിവൈഡഡ് ബൈ ഐ ബി ഈസ് ഈക്വൽ ടു സെഡ് ബി ഇക്വലൻറ്റ് ഡിവൈഡഡ് ബൈ സെഡ് എ ഇക്വലൻറ്റ്. അപ്പോൾ ഐ എ ഡിവൈഡഡ് ബൈ ഐ ബി ഈസ് ഈക്വൽ ടു സെഡ് ബി ഇക്വലൻറ്റ് ഡിവൈഡഡ് ബൈ സെഡ് എ ഇക്വലൻ്റ് ആണ് വരുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇമ്പിഡൻസ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഐ എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെഡ് എ വരുന്നിരിക്കുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇമ്പിഡൻസ് എന്നാണ് വരിക. അതായത് ഏത് ട്രാൻസ്ഫോമറിനാണോ കൂടുതൽ ഇമ്പിഡൻസ് ഉള്ളത്, ഫോർ എക്സാമ്പിൾ ഏത് ട്രാൻസ്ഫോമറിനാണോ കൂടുതൽ ഇമ്പിഡൻസ് ഉള്ളത് ആ ട്രാൻസ്ഫോമർ കുറച്ച് കറണ്ടേ ക്യാരി ചെയ്യുള്ളൂ, അതായത് കുറച്ച് ലോഡേ ക്യാരി ചെയ്യുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാൻസ്ഫോമർ എ ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലാണെങ്കിൽ ആ ട്രാൻസ്ഫോമർ ഷെയർ ചെയ്തിരിക്കുന്ന ലോഡ് കുറവായിരിക്കും. ഏത് ട്രാൻസ്ഫോമറിൻ്റെ ഇമ്പിഡൻസ് ആണോ കുറവുള്ളത് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ ആയിരിക്കും കൂടുതൽ ലോഡ് ഷെയർ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഏത് ട്രാൻസ്ഫോമറാണോ കൂടുതൽ ഇമ്പിഡൻസ് ഉള്ളത് ആ പർട്ടിക്കുലർ ട്രാൻസ്ഫോമർ കുറവേ ലോഡ് ചെയ്യുള്ളൂ. ഏത് ട്രാൻസ്ഫോമറാണോ കുറവ് ഇമ്പിഡൻസ് ഉള്ളത് ആ ട്രാൻസ്ഫോമർ ആയിരിക്കും കൂടുതൽ ലോഡ് ചെയ്യുക. സോ ഇതാണ് ആദ്യത്തെ ഒരു കേസ് എന്ന് പറയുക. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് അടുത്തത് എങ്ങനെയാണ് ഷെയറിങ്ങിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഐ എൽ ഈസ് ഈക്വൽ ടു ഐ എ പ്ലസ് ഐ ബി എഴുതി, എസ് എൽ ഈസ് ഈക്വൽ ടു വി എൽ ഇൻറ്റു ഐ എൽ കോൺജുഗേറ്റ് ചെയ്ത് വി എസ് ഈക്വൽ ടു വി ബി എഴുതി. ഞാൻ ജസ്റ്റ് ഇത് റബ്ബ് ചെയ്യുന്നുണ്ട്.
അടുത്ത എങ്ങനെയാണ് നമ്മൾ ഇത് ഷെയർ ചെയ്യണേ എന്ന കാര്യമാണ് നോക്കേണ്ടത്. SL ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്യേണ്ട കോംപ്ലക്സ് പവറാണ് നോക്കുന്നത്. SA അതൊരു ട്രാൻസ്ഫോമർ എയുടെ കോംപ്ലക്സ് പവർ എന്താണ് നമുക്ക് നോക്കുന്നത്. ട്രാൻസ്ഫോമർ എയുടെ കോംപ്ലക്സ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു VL ഇൻറ്റു IL കോൺജുഗേറ്റ് ആയിരിക്കും വരിക. സോറി, VL ഇൻറ്റു IA കോൺജുഗേറ്റ് ആയിരിക്കും വരിക. VL ഇൻറ്റു IA കോൺജുഗേറ്റ് ആയിരിക്കും SA എന്ന് പറഞ്ഞ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ VL ഇൻറ്റു IA എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും വരിക? IA is equal to IB into ZB equivalent divided by ZA equivalent ആയിരിക്കും വരിക. സോ IA is equal to IB into ZA equivalent ആയിരിക്കും വരിക. IAനെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. ഒരു സെക്കൻഡ്. ഫൈൻ, ഇങ്ങനെ ആയിരിക്കും വരിക. ഞാൻ ഒന്നുകൂടെ ആ ഫിഗർ വരയ്ക്കാം. RA equivalent, XA equivalent, RB equivalent, XB equivalent പാരലായിട്ട് വന്നു. ഇവിടെ IL എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടാണ് വരിക. ഇത് IA വരും, ഇത് IB വരും. ഇവിടെ ലോഡ്, ഇവിടെ സപ്ലൈ. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് ഡിറൈവ് ചെയ്യാണ്ട്. അതായത് നമ്മളിവിടെ പറഞ്ഞു IL എന്ന് പറഞ്ഞിരിക്കുന്നത് ഫേസ് സം ഓഫ് IA പ്ലസ് IB എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു എന്താണ് കറണ്ട് ഡിവിഷൻ റൂളാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതായത് IA എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് എന്തായിരിക്കും? IA എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA വെക്ടർ ഈസ് ഈക്വൽ ടു IL വെക്ടർ ഇൻറ്റു എന്താണ് കറണ്ട് ഡിവിഷൻ റൂൾ എന്താണ്? ഓപ്പോസിറ്റ് ഇമ്പിഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ്. അതായത് നമ്മൾ രണ്ട് R1 R2 എന്ന് പറഞ്ഞൊരു രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒരു I എന്ന് പറഞ്ഞ ടോട്ടൽ കറണ്ട് ഉണ്ട്. I1 ഇതാണ്, I2 ഇതാണെങ്കിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കുക? I ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട്. അതായത് ടോട്ടൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദിസ് വൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ പാർട്ടിക്കൽ സെക്കൻഡ് കറണ്ട് I2 എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് തരാം. അപ്പോൾ അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ IA എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് ടോട്ടൽ കറണ്ട് IL ഇൻറ്റു അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ZB ആണ്. സോ ZB ഇക്വലൻറ്റ് ഡിവൈഡഡ് ബൈ ZA ഇക്വലൻറ്റ് പ്ലസ് ZB ഇക്വലൻ്റ് ആയിരിക്കും വരിക. ഓക്കെ, അതേപോലെ തന്നെ IB എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് IL വെക്ടർ ഇൻറ്റു ZA ഇക്വലൻറ്റ് ഡിവൈഡഡ് ബൈ ZA ഇക്വലൻറ്റ് പ്ലസ് ZB ഇക്വലൻ്റ് ആയിരിക്കും വരിക. സോ ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. 4 and 5 ഈ രണ്ട് ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ IA ഇക്വലൻറ്റും IB ഇക്വലൻറ്റും നമുക്ക് കണ്ടുപിടിച്ചു. IA എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂം IB എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടിൻ്റെ വാല്യൂം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് എത്ര പവറാണ് ഷെയർ ചെയ്യണത് എന്ന കാര്യങ്ങളിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SA ആണ് വരിക. ആദ്യത്തെ ട്രാൻസ്ഫോമർ ഷെയർ ചെയ്യുന്നിരിക്കുന്ന കോംപ്ലക്സ് പവർ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്ന ലോഡ് വോൾട്ടേജ് ഇൻറ്റു IA കോൺജുഗേറ്റ് എന്നായിരിക്കും വരിക. കാരണം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് കോൺജുഗേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ VL നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. IAനെ നമ്മൾ IL ആയിട്ട് റീപ്ലേസ് ചെയ്യാം. IA is equal to IL ഇൻറ്റു ZB ബൈ ZA പ്ലസ് ZB എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ റീപ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം IL കോൺജുഗേറ്റ്, IAയുടെ കോൺജുഗേറ്റ് ആണ് വരുന്നത്. അപ്പോൾ IL കോൺജുഗേറ്റ് ഇൻറ്റു ZB ഡിവൈഡഡ് ബൈ ZA പ്ലസ് ZB കോൺജുഗേറ്റ് ആയിരിക്കും വരിക. ഓക്കെ, എല്ലാത്തിനും കോൺജുഗേറ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ VL SA എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമർ A ഷെയർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് പവർ ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VL ഇൻറ്റു IA കോൺജുഗേറ്റ് ആയിരിക്കും വരിക. VL ഇൻറ്റു IA കോൺജുഗേറ്റിന് ഞാൻ IL ഇൻറ്റു ZB ഡിവൈഡ് ബൈ ZA പ്ലസ് ZB എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോൺജുഗേറ്റ് കൊടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം VL ഇൻറ്റു IL കോൺജുഗേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് SL ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സോ SA എന്ന് പറഞ്ഞിരിക്കുന്നത് SL ഇൻറ്റു ZB ഡിവൈഡഡ് ബൈ
സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. സോ എസ് എ എന്ന് പറഞ്ഞിരിക്കുന്നത് എസ് എൽ ഇൻറ്റു സെഡ് ബി ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. ഇതാണ് ട്രാൻസ്ഫോമർ എ ഷെയർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് പവർ. ട്രാൻസ്ഫോമർ ബി ഷെയർ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് പവർ എന്തായിരിക്കും? ഇതേപോലെ തന്നെ നമ്മൾ എഴുതുകയാണ്, എസ് ബി ഇസ് ഈക്വൽ ടു വി എൽ ഇൻറ്റു ഐ ബി കോൺജുഗേറ്റ് എന്ന് എഴുതും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി എൽ ഇൻറ്റു ഐ എൽ കോൺജുഗേറ്റ് ഇൻറ്റു സെഡ് എ കോൺജുഗേറ്റ് ഡിവൈഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി കോൺജുഗേറ്റ് എന്ന് എഴുതും. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എസ് എൽ ഇൻറ്റു സെഡ് എ ഡിവൈഡഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ഹോൾ കോൺജുഗേറ്റ്. സോ ഇങ്ങനെയാണ് നമുക്കൊരു ട്രാൻസ്ഫോമറിൻ്റെ കോംപ്ലക്സ് പവേഴ്സ് നമ്മൾ പാരലൽ ഓപ്പറേഷനിൽ എത്രയാണ് ഷെയർ ചെയ്യണമെന്ന് കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കോൺജുഗേറ്റ് ഒന്നും ആവശ്യമില്ല. എത്ര പവർ ആണെന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺജുഗേറ്റ് ഒഴിവാക്കാം. ജസ്റ്റ് എസ് എൽ ഇൻറ്റു സെഡ് എ ബൈ സെഡ് ബി ഡിവൈഡ് ബൈ സെഡ് എ പ്ലസ് സെഡ് ബി ചെയ്താലും മതി. പക്ഷേ പ്രോപ്പറായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കും, അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഇതിൽ നിന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ എത്ര പവറാണ് ഷെയർ ചെയ്തത് എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ കോൺജുഗേറ്റിനെ പറ്റിയിട്ടും ലോഡിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളായിട്ട് ഞാനൊരു ലോഡിൻ്റെ കാണിച്ചു തരാം. അതായത് നമുക്കൊരു ലാഗിങ് ലോഡിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോൺജുഗേറ്റ് എങ്ങനെയായിരിക്കും എന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. ഞാനപ്പോൾ ലോഡ് എൻ്റെ ലാഗിങ് ലോഡാണ്, ഇവിടെ ലീഡിങ് ലോഡ്. ലാഗും ലീഡ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ പർട്ടിക്കുലർലി വോൾട്ടേജ് ഞാൻ റെഫറൻസ് വോൾട്ടേജ് എടുത്തു. റെഫറൻസ് വോൾട്ടേജ് 0 വോൾട്ടേജ് റെഫറൻസ് ആക്കി എടുത്തു. കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലാഗിങ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഐ ആംഗിൾ -5 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും വരിക. ഇനി കോംപ്ലക്സ് പവർ എന്ന് പറയുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു വി ഐ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. അപ്പോൾ വി ഐ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താണ് വി ആംഗിൾ 0 ഇൻറ്റു ഐ ആംഗിൾ -5 ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. സോ കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് -5 ഉള്ളത് +5 ആയിരിക്കും വരിക. സോ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും വി ഐ ആംഗിൾ 5 എന്നാണ് നമുക്ക് എഴുതുക. മൈനസുള്ള ആംഗിൾ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ പ്ലസ് ആയിരിക്കും വരിക. ഇത് ഞാൻ എന്താ പറയുക, കൊസൈൻ ഫോമിലും സൈൻ ഫോമിലും എഴുതാൻ നമുക്ക് എന്തായിരിക്കും വി ഐ കോസ് 5 പ്ലസ് ജെ സൈൻ 5 എന്നാണ് വരിക അല്ലേ. പ്ലസ് ആയിരിക്കും വരിക, ആംഗിൾ പ്ലസ് ആയതുകൊണ്ട്. ഇനി ഞാൻ ഫർദർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും വി ഐ കോസ് 5 പ്ലസ് വി ഐ സൈൻ 5, ഒരു ജെയും കൂടി ഉണ്ടാവും, ജെ വി ഐ സൈൻ 5. അപ്പോൾ വി ഐ കോസ് 5 എന്ന് പറഞ്ഞിരിക്കുന്നത് റിയൽ പവർ ആയിരിക്കും വരിക. വി ഐ സൈൻ 5 എന്ന് പറഞ്ഞിരിക്കുന്നത് റിയാക്റ്റീവ് പവർ ആയിരിക്കും വരിക. ഒരു പ്ലസ് ജെ ഉണ്ടാവും. സോ പി പ്ലസ് ജെ ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുക. ലാഗിങ് ലോഡ് ആകുമ്പോൾ റിയൽ പവർ സപ്ലൈയിൽ നിന്നും അബ്സോർബ് ചെയ്യുകയും റിയാക്റ്റീവ് പവർ സപ്ലൈയിൽ നിന്നും അബ്സോർബ് ചെയ്യുകയാണ് സംഭവിക്കുക. റിയാക്റ്റീവ് പവറും റിയൽ പവറും ഇവിടെ അബ്സോർബിഷനാണ് നടക്കുന്നത്. ഇനി നമ്മൾ ലീഡിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ റെഫറൻസ് ഞാൻ വോൾട്ടേജിനാണ് എടുക്കുന്നത്. വി ആംഗിൾ 0 എന്ന റെഫറൻസ് എടുത്തു. കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഐ ആംഗിൾ +5 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിൾ ആയിരിക്കും വരിക. കാരണം കറണ്ട് വോൾട്ടേജിന് ലീഡ് ചെയ്തിരിക്കും. ഞാൻ കോംപ്ലക്സ് പവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഐ കോൺജുഗേറ്റ് ആയിരിക്കും വരിക, വിച്ച് ഈസ് നത്തിങ് ബട്ട് വി ആംഗിൾ 0 ഐ ആംഗിൾ +5 ഹോൾ കോൺജുഗേറ്റ് ആയിരിക്കും വരിക. +5 ഉള്ളതെന്ന് പറഞ്ഞിരിക്കുന്നത് -5 ആയിരിക്കും വരിക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് വി ഐ ആംഗിൾ -5i, ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഐ കോസ് 5 മൈനസ് ജെ വി ഐ സൈൻ 5 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ ഇവിടെ മൈനസ് ആയിരിക്കും വരിക, കാരണം ആദ്യം പ്ലസ് ആയിരുന്ന ആംഗിൾ ഉണ്ടായി കോൺജുഗേറ്റ് എടുത്തപ്പോൾ -ആയി. ഇത് ഇനി ഇലാബറേറ്റ് ചെയ്തപ്പോൾ ഇറ്റ് ഈസ് നത്തിങ് ബസ് പി മൈനസ് ജെ ക്യൂ എന്ന് പറഞ്ഞ ഒരു ഫോമിലേക്ക് കിട്ടി. റിയൽ പവർ സപ്ലൈയിൽ നിന്നും അബ്സോർബ് ചെയ്യുകയും റിയാക്റ്റീവ് പവർ ഡെലിവർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ കേസിലാണ് നമുക്ക് ലീഡിങ് ലോഡ് എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് റിയാക്റ്റീവ് പവർ ഡെലിവർ ചെയ്യാണ്. ഇൻഡക്ടറിൻ്റെ കേസിലാണ് നമ്മൾ ലാഗിങ് ലോഡ് എന്ന് പറയുക. അവിടെ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നു, ഇവിടെ സപ്ലൈയിലേക്ക് ഡെലിവർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഒരു കോൺജുഗേറ്റിൻ്റെ ഒരു ഇത് ഇങ്ങനെയാണെന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി 2-3 ഡിസൈറബിൾ കണ്ടീഷൻസ് എന്നാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ ജസ്റ്റ് നെസസറി കണ്ടീഷൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ നമുക്കിനി എന്താണ് ഇതിൻ്റെ ഡിസൈറബിൾ കണ്ടീഷൻസ് ഏതൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം.